go here. അതെ, ഞാനിതാ ഇപ്പോൾ തന്നെ എത്തി. ഉടനെ. വിചിത്രമായ ഒരു കാൽപ്പാട് കാണുന്നുണ്ട്. ഒരു ഫോട്ടോ എടുക്കൂ. ഒരു തെളിവ് കൂടി കിട്ടി. ഇതാ ഒരു മുടി. Papa, look there. Follow him. പ്രധാന വാർത്തകൾ. സിറ്റി ബാങ്കിൽ വൻ കവർച്ച. ഇന്നലെ രാത്രിയാണ് നാടിനെ നടുക്കിയ വൻ കവർച്ച നടന്നത്. 50 കിലോയോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും 30 ലക്ഷം രൂപയും കൊള്ളയടിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. അന്വേഷണ ചുമതല CID പുഷ്കുവിനെ ഏൽപ്പിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ ഞങ്ങളുടെ ലേഖകനെ അറിയിച്ചിട്ടുണ്ട്. CID പുഷ്കുവുമായി നടത്തിയ അഭിമുഖത്തിൽ ഏതാനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും മോഷ്ടാവ് ഉടൻ വലയിലാകുമെന്നും അറിയിച്ചു. വരണം ഇരിക്കണം സർ. അന്വേഷണം എവിടെ വരെ എത്തി? അന്വേഷണം നടക്കുന്നു. എനിക്ക് ചില വിവരങ്ങൾ ഇവിടെ നിന്ന് കിട്ടണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറ്റവാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ. ശരി സർ. ഇത് മൂഷികൻ പരമു. ഇവൻ പ്രധാനമായി റബ്ബർ ഷീറ്റുകളാണ് മോഷ്ടിക്കുക. ഒറ്റക്കേ പോവുകയുള്ളൂ. ഇവനൊരു ബാങ്ക് കൊള്ള നടത്താൻ മാത്രം വളർന്നിട്ടില്ല. ഇവൻ റോബർട്ട് പെരേര സൈബർ കുറ്റവാളിയാണ്. ചാറ്റിംഗിലൂടെ ചീറ്റിംഗ് ആണ് പ്രധാന പണി. അന്താരാഷ്ട്ര കുറ്റവാളിയാണെങ്കിലും ബാങ്ക് കൊള്ളകളൊന്നും നടത്തിയിട്ടില്ല. ഇവനാണ് കറുമ്പൻ കിട്ടു. ആളില്ലാത്ത വീടുകളിലാണ് ഇവന്റെ മോഷണം. ജനൽ വളച്ചാണ് അകത്ത് കടക്കുക. ഇത് ക്ലാവർ മുസ്തഫ. പ്രധാന പണി ചീട്ടുകളി. ചീട്ടുകളി കേന്ദ്രങ്ങളിൽ പിടിച്ചുപറിയാണ് പ്രധാന തൊഴിൽ. ധാരാളം സുഹൃത്തുക്കളുമുണ്ട്. ഇവൻ താടിത്തമ്പി. മോഷണമല്ല, പറ്റിക്കലാണ് പണി. ആരെയും പറഞ്ഞു പറ്റിക്കും. പല വേഷങ്ങളിൽ ഇവനെ കാണും. ഇത് പല്ലൻ ഭാർഗവൻ. ജനൽ കമ്പികൾ പോലും പല്ലുകൊണ്ട് കടിച്ചു മുറിക്കും. ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ, പക്ഷേ 2 കണ്ണും കാണുന്നവരെക്കാളും കാഴ്ചയുണ്ട് ഇവന്. ഇവൻ തന്നെ. പപ്പാ, ഫോളോ ഹിം. അത് വേണോ? വേണം. ഇവനെ നമുക്ക് സംശയിക്കാവുന്നവനാണ്. ശ്രദ്ധിച്ചോ, അവന്റെ കയ്യിൽ ഒരു നായയുമുണ്ട്. പപ്പ, നമുക്ക് അവിടെ നിന്ന് കിട്ടിയ 2 പ്രധാന തെളിവുകൾ നായയുടെ കാൽപ്പാടുകളും മുടിയുമാണ്. അന്വേഷണം ആ കച്ചിത്തുരുമ്പിൽ നിന്ന് തുടങ്ങാം.
അത് കൊള്ളാം. ഇന്ന് നമ്മൾ റോഡിൽ കണ്ടവന്റെ ഒരു മുടി സംഘടിപ്പിക്കണം. നമുക്ക് കിട്ടിയ മുടിയുമായി സാമ്യമുണ്ടെങ്കിൽ കാര്യം എളുപ്പമായി. നാളെ ജോഗിങ്ങിന് പോകുമ്പോൾ നമുക്കും നോക്കാം. ജോഗിങ്ങിനിടയിൽ മുടി പറിക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ട സാഹചര്യത്തിൽ പുതിയ പദ്ധതി ആസൂത്രണം ചെയ്യണം. അവർ വരുന്നുണ്ട്, വണ്ടി പിന്നാലെ വിട്ടോളൂ. അവൻ നമ്മെ വകവരുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതുകൊണ്ടൊന്നും നാം പിന്മാറുകയില്ല. വരൂ, പോകാം. പപ്പ, താൻ ഇവിടെ വാച്ച് ചെയ്യൂ. ഞാൻ ഉള്ളിലേക്ക് പോവുകയാണ്. ആരെങ്കിലും വന്നാൽ സിഗ്നൽ തരണം. ഒരുത്തം വരുന്നുണ്ട്. ഏതായാലും കള്ളനെ പിടിക്കുന്നില്ല എന്നുള്ള പരാതി ഞാൻ ഇതോടെ തീർക്കും. ഇവനെ ഇന്ന് പിടിച്ചിട്ട് തന്നെ കാര്യം. ഓ, ബാങ്ക് മാനേജറുടെ വീട്ടിലേക്ക് അവൻ കയറുന്നത്. ആരടാ അത്? പപ്പ, ആ പദ്ധതി പരാജയപ്പെട്ട സ്ഥിതിക്ക് പുതിയ ഒരു പ്ലാൻ തയ്യാറാക്കണം. ഇതുതന്നെ മുടി പറിക്കാനുള്ള ഏറ്റവും നല്ല അവസരം. എന്റെ അമ്മോ! അമ്മേ! ഓ, നശിച്ചു. ഇതാ ബോസ്, അവന്മാർ നടക്കുന്നു. ഇനിയും നോക്കണ്ട,
വെടിവെച്ച് കൊന്നുകള. രണ്ടിനെയും തട്ടിക്കള. ഇനിമേലാൽ കണ്ടുപോകരുത്. പപ്പാ ഓടിക്കോ. പപ്പാ, അന്വേഷണം ഇതുവരെ എവിടെയും എത്തിയില്ല. മുടി സംഘടിപ്പിക്കാനുള്ള ശ്രമമെല്ലാം പരാജയപ്പെട്ടു. പപ്പാ നോക്കൂ, ഇനി ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. അയാളെ പിടിക്കുക തന്നെ. അവൻ നമ്മുടെ കാറിന്റെ മുകളിൽ ചാടിയിരിക്കുക. ഇനി എന്താ ചെയ്യുക? വണ്ടിയുടെ വേഗത കൂട്ടൂ. അവൻ തെറിച്ചപ്പെട്ടെ. അതാ പോലീസ്. ഇടിച്ചു തെറിപ്പിക്കൂ. വിടരുത്, അവനെ വിടരുത്. സർ, ഇതാ ഇതിൽ നിറയെ നോട്ടുകെട്ടുകൾ. സിറ്റി ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചതാണ് ഇതൊക്കെ. നിക്കടോ അവിടെ. നീ ഇവിടെ വിടരുതവനെ, വിടരുത്. ഓ ഓ ഓ സാർ, താങ്കൾ വളരെ ബുദ്ധിമുട്ടിയാണ് കുറ്റവാളികളെ പിടിച്ചത്, ഇല്ലേ? അന്വേഷണം ഇത്രയും വൈകാൻ കാരണം കുറച്ച് തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയായിരുന്നു. ഏതായാലും പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു സ്വപ്നം പോലെ. വായിക്കുന്നത് മായ. പ്രധാന വാർത്തകൾ. സിറ്റി ബാങ്ക് കൊള്ളയടിച്ച കുപ്രസിദ്ധ മോഷ്ടാവ് ഫെർണാണ്ടസിനെയും കൂട്ടാളികളെയും CID പുഷ്കു അതിസാഹസികമായി വലയിലാക്കി. സിറ്റി ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ച മുഴുവൻ പണവും സ്വർണവും തിരിച്ചുകിട്ടി. CID പുഷ്കുവിനെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അഭിനന്ദിച്ചു. അതെ, ഞാനിതാ ഇപ്പോൾ തന്നെ എത്തി.